ജാതിയായിത്തീരുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ അങ്ങനെയല്ല. ജാതികൾ എന്ന് പറയുന്നതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, അതിൻ്റെ അടയാളം എന്ന് പറയുന്നത്, അവർ ആകാശ സൈന്യത്തെ ആരാധിക്കുന്നതാണ്. ആകാശ സൈന്യം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ ഈ ഭൂമിയിൽ അവരുടെ സ്വാധീനം എവിടെയാണ്? ഈ ഭൂമിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സയൻസ് പഠിക്കുന്നത്, അടുപ്പിൽ വിറക് വയ്ക്കും. ഈ വിറക് കത്തുമ്പോൾ അതിൽ ചൂട് പുറത്തേക്ക് വരും. വിറക് കത്തിക്കുമ്പോൾ ചൂട് പുറത്തേക്ക് വരും. ഈ ചൂട് എവിടെ നിന്നാണ്? വിറക് കത്തിക്കുമ്പോണ്ടായിരുന്ന ചൂട് എവിടെ നിന്നാണ്? ഇത് വൃക്ഷം വളരുമ്പോൾ സൂര്യൻ്റെ ഊർജത്താലാണ് ഈ വളർന്ന് വിറകായിരിക്കുന്നത്. സൂര്യൻ്റെ ചൂട് സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ് വിറക്, ശരീരം, തടി എന്ന് പറയും. അത് വീണ്ടും കത്തിക്കുമ്പോൾ വീണ്ടും ഊർജമായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഉഷ്ണമേൽക്കാതെ ബാക്കി മറിഞ്ഞിരിക്കുന്നത് ഒന്നും എല്ലാം. ഈ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഊർജം കൊണ്ടാണ് ഇപ്പോഴുണ്ടാവുന്ന ഈ ചെടികൾ വളരുന്നത്, മനുഷ്യൻ്റെ ശരീരം, ഇതെല്ലാത്തിനും അതിൻ്റെ സ്വാധീനമുണ്ട്. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തിന്നും. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അതിനൊതുക്കമില്ല. അപ്പം നമ്മുടെ ശരീരം ഭൂമിയിൽ ഇത് സത്യത്തിൽ നിർത്തിയതിനു ശേഷം നമ്മുടെ ശരീരം അതുകൊണ്ട് വളരാനാണ് ദൈവം വെച്ചിരിക്കുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വേലിയേറ്റം ഉണ്ടാകുന്ന എങ്ങനെയാണ്? വേലിയിറക്കം ഉണ്ടാകുന്നത് നമ്മളിവിടെ രാവിലെ ചിലപ്പോൾ അങ്ങ് വേലിയിറക്കം, ചിലപ്പോൾ അത് വെള്ളം പൊങ്ങും. അതെങ്ങനെയാണ് അത് ഉണ്ടാവണേ? അതെങ്ങനെയാണ്? എൻ്റെ വചനേതാ? അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടും. ദൈവം ഈ ചന്ദ്രൻ സമുദ്രത്തിലേക്ക് ആകർഷിക്കുമ്പോൾ സമുദ്രത്തിലെ വെള്ളം അങ്ങ് പൊങ്ങും. പൊങ്ങുമ്പോഴേക്കും ആ ഭാഗത്തിന് സ്വാധീനമില്ലാതെ ഇപ്പുറത്തെ വെള്ളം മുഴുവനും അങ്ങോട്ട് ഒലിച്ചിറങ്ങി. അങ്ങനെയാണ് വേലി ഇറക്കം ഉണ്ടാകുന്നത്. ആ പൊസിഷൻ മാറുമ്പോഴത്തേക്കും ആകർഷണം അങ്ങ് വിടും. അപ്പോൾ ആ മല പോലെ വന്ന വെള്ളം താഴെ അന്നേരമാണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് വേലി. ഇത് നമ്മൾ ഇത് ചെയ്യണമല്ല, സയൻസ് പഠിപ്പിക്കുന്നത്. അതിനാണ് വചനം പറയുന്നത്. ഏതാ? അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി വെച്ചിട്ടില്ല. സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി പോകും. ഇതാണ് വേലിയേറ്റത്തെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഭൂമിയിൽ വെള്ളമുള്ളതിനേക്ക് ആകർഷിക്കും, ഇല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്ര ശതമാനം വെള്ളമാണ്? അത് 90% വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെയും ഇത് ആകർഷിക്കും. ഈ ആകർഷിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്താൽ ഉണ്ടാകുന്നതാണ് മനോവികാരങ്ങൾ. എന്ത്? മനോവികാരം. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ മനോവികാരങ്ങളുണ്ടാകും. മനോവികാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഇതിന് കീഴ്പ്പെടും. ഏത്? ജഡീക ചിന്തകൾക്കും വിചാരങ്ങൾക്കും വാക്കുകൾക്കും കീഴ്പ്പെടും. അതായത് ഈ ഓരോ സീസണുകളിൽ, കാലങ്ങളിൽ മൃഗങ്ങൾക്കുണ്ടാകുന്ന പ്രേരണ ഉണ്ടല്ലോ, അത് ജഡീകതയാണ്. ആ പ്രേരണ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകും. അപ്പം അതിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ആകാശ സൈന്യത്തെ ആരാധന. എന്തിനനുസരിച്ച് നടക്കുന്നത്? പറഞ്ഞേ, ഞാൻ വേറൊരു വാക്ക് പറഞ്ഞു. മനോവികാരം, മനസ്സിൻ്റെ വികാരം, വൈകാരികത എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഈ ലോകജാതികൾക്ക് അത് വലുതാണ്, ഭയങ്കര കാര്യങ്ങളാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അവരുടെ ബേസ് അതാണ്. അവർ ഏത് ചിത്രീകരണവും ഇപ്പം എല്ലാ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലെല്ലാത്തിനും എന്താ? ഒരു സ്ത്രീയും പുരുഷനുമായുള്ള സ്നേഹം. അതാണ് അതിൻ്റെ ജഡീകമാവുന്നതാണ്. അതാണ് അവരുടെ ഇതാണ്. അത് എവിടെ നിന്നുണ്ടാകും? മനോവികാരം, വൈകാരികം. അത് എഴുത്തുകാരൊക്കെ എഴുതണമെന്നല്ലോ.
അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാന്ന് പറയും, പക്ഷെ ഇത് ഇന്നും ഉണ്ടാവും. അപ്പോൾ ഒന്ന് പറഞ്ഞു എവിടുന്നാ ഇത് വരുന്നത്? ആകാശ സൈന്യം. ആകാശ സൈന്യം ഏതൊക്കെയാണ്? ഒരു ചന്ദ്രൻ. അതെവിടെ സ്വാധീനിക്കും? ശരീരത്തിൽ, അതായത് ഭൂമിയിൽ സ്വാധീനിക്കും. നക്ഷത്രങ്ങൾ സ്വാധീനിക്കും. ഇത് മനുഷ്യൻ്റെ ശരീരവും ഭൂമിയിൽ നിന്നെടുത്തതല്ലേ, അപ്പോൾ മനുഷ്യ ശരീരത്തിൽ സ്വാധീനിക്കും. അപ്പോഴെന്തുണ്ടാവും? മനോവികാരം ഉണ്ടാവും. അതിനേതാ? എഫേസ്യർ 2:1 വായിക്കും. ഏതും അപ്പം തന്നെ വചനമായിട്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് അബദ്ധം വരില്ല. ഇല്ലെങ്കിൽ നമുക്കത് തെറ്റിപ്പോകും. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയിലും ആകാശത്തിന്റെ അധികാരത്തിലും അനുസരണത്തിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആൾക്കാരും അതിഥിയായവരെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പോൾ മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു? ജഡത്തിനും മനോവികാരം, ജഡമോഹങ്ങൾക്കും മനോവികാരം. അപ്പോൾ ഒരിക്കലും മനോവികാരം അധമമാണെന്ന് മനുഷ്യൻ സമ്മതിക്കില്ല. അത് വിശ്വാസികളുടെ ഇടയിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠനമില്ല. കാരണം മനോവികാരം ഉണ്ടാകും. നമുക്ക് തോന്നില്ലേ, നമുക്ക് അത്ര ഭയങ്കര അതിനോട് അങ്ങ് സ്നേഹം തോന്നും. അത് എത്രയേറെ അത് വൈകാരികത എന്ന് പറയും. അതിൽ അബദ്ധമാണ്, വഞ്ചനയാണത്. ഒരിക്കലും അത് കീഴ്പ്പെടാൻ പാടില്ല. മനോവികാരത്തിനും വഞ്ചനയ്ക്കും കീഴ്പ്പെടാൻ പാടില്ല. അങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതതിൻ്റെ അറ്റത്തേക്ക് വരുമ്പോഴത്തേക്കുള്ള കാര്യം പറയണേ. ഒരു കാരണവശാലും മനോവികാരങ്ങൾക്ക് കീഴ്പ്പെടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ശരിക്കും ആത്മീയതയിൽ വളരാൻ തുടങ്ങിയാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ആകാശ സൈന്യം നമ്മുടെ ശരീരത്തെ സ്വാധീനിച്ചിട്ട് എന്തുകൊണ്ടാകുന്നു? മനോവികാരം. മനോവികാരം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് കൊണ്ടുവരുന്നതാണ് മനോവികാരം ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവരുന്നതാണ് മോഹം. ആ മനോവികാരം അതിനോടൊപ്പം കൊണ്ടുവരുന്നതാണ് മോഹം. വൈകാരികതയിലാണ് മോഹം കയറി പിടിക്കണം. ഇങ്ങനെയായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകാരികതയ്ക്ക് കീഴ്പ്പെട്ടില്ലെങ്കിൽ ഒരു മോഹം നമ്മൾ വരില്ല. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ജഡമോഹം. ഇപ്പം പറഞ്ഞു ജഡമോഹങ്ങൾ നടന്നത് ജഡത്തിനും ജഡമോഹങ്ങൾക്കും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് വരും. അപ്പോൾ മനോവികാരം ഉളവായി കഴിഞ്ഞാൽ അതിൽ മോഹം ഉണ്ടാകും. ഈ മോഹം നിവർത്തിക്കാനായിട്ടാണ് ദുർമനസാക്ഷി അപ്പോൾ എഴുന്നേൽക്കും. ദുർമനസാക്ഷി എന്ന് പറയുന്നതാണ് നമ്മുടെ പഴയ മനുഷ്യൻ. ആ മനുഷ്യൻ എഴുന്നേൽക്കും. ആ മനുഷ്യൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ഇത് എഴുന്നേൽക്കുന്നതും മനോവികാരത്തിന് കീഴ്പ്പെട്ട് മോഹത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ മറ്റതൊന്ന് തള്ളി. ഏതിനെ? നമുക്ക് തന്നിരിക്കുന്ന നല്ല മനസാക്ഷിയെ തള്ളി. നല്ല മനസാക്ഷിയെ തള്ളിയിട്ട് ഇത് നിവർത്തിച്ചു കഴിഞ്ഞാൽ ഇവൻ ചെയ്യുന്നത് പാപമായിരിക്കും. ആരുടെ ഇഷ്ടമായിരിക്കും? ആകാശ സൈന്യത്തിന് ഇഷ്ടമായിരിക്കും? എതിരാളിയായ സാത്താൻ ആകാശ സൈന്യത്തെ സ്വാധീനിച്ചതിന് ശേഷം മനുഷ്യൻ എന്തുണ്ടാക്കും? മനോവികാരവും മോഹം ഉണ്ടാക്കിയതിന് ശേഷം ആ മോഹം നിവർത്തിക്കാനായിട്ട് ഇവൻ്റെ പഴയ മനുഷ്യൻ ഉണർന്നതിന് ശേഷം അതങ്ങ് ചെയ്യിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പാപമായിരുന്നു. ഇതാണ് അവൻ ഒന്നാമത്തെ ഘട്ടം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് ജാതിയാവില്ല. ഇനി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ആദ്യത്തെ അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ച് അനുദപിച്ച് വന്നു കഴിഞ്ഞാൽ പക്ഷേ അതങ്ങനെ പയ്യാൻ സാഹചര്യം വരാത്തതുകൊണ്ട് രണ്ടാമത് വീണ്ടും വരുമ്പോൾ ഒരു തെറ്റ് തന്നെ ആദ്യത്തെ അതേ നിലയിൽ തന്നെ വേദന രണ്ടാമത്തേലുണ്ടെങ്കിൽ അവനെ ദൈവം കൈവിട്ട് കളയില്ല. മനസ്സിലായോ? ഞാനൊരാളോട് ചീത്ത ദുർവർത്തമാനം പറഞ്ഞു. ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ഭയങ്കര വിഷമമുണ്ടായി ദൈവാത്മാവ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വേദന കുറവുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? ഇല്ല, നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും നടന്നു പോകുമ്പോൾ ചെരുപ്പില്ലാതെ നടന്നു പോയി ആദ്യത്തെ ദിവസം വിഷമമുണ്ടായി. രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഴമ്പ് വന്നു. എവിടെ തഴമ്പ് വന്നു? ഹൃദയത്തിൽ. ഏതാ അതിനേതാ? ഒന്ന് Efesios 4:17 വരെ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നതെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നാകുന്നു മനം തളർന്നിച്ചു പോയവരാകയാൽ ദൈവത്തിന്റെ ജീവനിൽ നിന്നാകുന്ന മനം തഴമ്പിച്ചു. അപ്പൊ അത്രയായി. അപ്പൊ ഇവിടെ മനം തഴമ്പിച്ചു എന്നാ. എവിടെ തഴമ്പ് വന്ന? എവിടെയാ? മനസ്സിന്. അപ്പൊ മനസ്സിന് തഴമ്പ് വരണമെങ്കിൽ എവിടെ നകരണം? മനസ്സിന് തഴമ്പ് വരണമെങ്കിൽ നമ്മൾ എവിടെ നകരണം? കാലിന് തഴമ്പ് വരണമെങ്കിൽ ചെരുപ്പുകളാണ്. ഇതുപോലെ മനസ്സിന് തഴമ്പ് വരണമെങ്കിൽ ദൈവത്തിന്റെ ജീവൻ എന്നാകണം. അങ്ങനെയല്ലേ വായിച്ചു? ദൈവത്തിന്റെ ജീവൻ എന്നാകണം. ദൈവത്തിന്റെ ജീവൻ മനുഷ്യനിൽ എങ്ങനെ വരുന്നു? ദൈവത്തിന്റെ ജീവൻ മനുഷ്യനിൽ എങ്ങനെ വരുന്നു? സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ വചനത്തെ അയക്കും. ആ വചനം അവൻ കേട്ടു വിശ്വസിച്ച് അനുസരിച്ച് കഴിയുമ്പോൾ ജീവനായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർജീവ, അതായത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. എന്നാൽ പ്രവൃത്തിയുള്ള വിശ്വാസമോ ജീവനുള്ളതാണ്. അപ്പോൾ വിശ്വാസം വിശ്വസിച്ചത് പ്രവൃത്തിയായി തീരുമ്പോൾ എന്തായിരുന്നു? ജീവനുള്ളതായിരിക്കും. അപ്പോൾ ഈ ക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് അകന്ന് എവിടെയൊക്കെ ഒരു ജീവനില്ലാതെ വരണമെങ്കിൽ എന്ത് വേണം? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഇല്ലാതെ വരണം. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഇല്ലാതെ വരണമെങ്കിൽ വിശ്വാസമില്ലാതെ വരണം. വിശ്വാസം ഇല്ലാതെ വരണമെങ്കിൽ ഹൃദയകാഠിന്യം വേണം. ഹൃദയകാഠിന്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം ഉണ്ടാവില്ല. ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തഴമ്പ. ഇതിപ്പോൾ ഈ തഴമ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഈ പ്രവൃത്തിയിൽ അവൻ്റെ വചനം കഴിയുകയും വിശ്വാസവും പ്രവൃത്തിയൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ ജീവനിൽ നിന്ന് കുറഞ്ഞു അങ്ങനെ ജീവനിൽ നിന്നകന്ന് മനം തഴപ്പിച്ച് പോയി കഴിഞ്ഞാൽ 1, 2 എന്ന് പിന്നെ എണ്ണിയാൽ മതി. ഇത്ര സമയമൊന്നുണ്ട്. അവൻ എണ്ണി അവകാശം പറയും. അതായത് ഇത്രാമത്തെ തെറ്റിന്, ഈ മനുഷ്യൻ ചെയ്യുന്ന ഇത്രാമത്തെ പാപത്തിന്, ഇപ്പോൾ 10 പാപം അല്ലെങ്കിൽ 10ാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ 15ാമത്തെ പ്രാവശ്യം ഇവനത് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യുന്ന വാദം. ഒരാളെ ഉപദ്രവിക്കുന്നത്, ഒരാളെ വിഷമിപ്പിക്കുന്നത് കാണുമ്പോഴത്തേക്കും ആദ്യം വിഷമമുണ്ടായിരുന്നു. 2ാമത്തെ പ്രാവശ്യം വിഷമം കുറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം അങ്ങനെ കുറഞ്ഞ് ഒരു 10ാമത്തെ പ്രാവശ്യം ആയപ്പോഴേക്കും അവൻ സന്തോഷത്തോടെ അത് ചെയ്തു. സന്തോഷത്തോടെ, ആ സന്തോഷത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ മറ്റവൻ്റെ ഇഷ്ടം അതേപോലെ നിവർത്തിക്കുന്നവനാണ്. ആരുടെ? എതിരാളിയായ സാത്താൻ്റെ. അവൻ ജാതിയായി. അങ്ങനെയാണ് ഒരു മനുഷ്യൻ ജാതിയായി താങ്കൾ. അപ്പോൾ അതുകൊണ്ട് ആ ക്രിയ നമ്മൾ തുടക്കം മുതലേ അറിഞ്ഞിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താന് മനുഷ്യനെ ജാതിയാക്കണമെങ്കിൽ അതിന് എവിടെ പോലെ തുടങ്ങും? അവൻ ആകാശ സൈന്യങ്ങൾ കൂടി പ്രവർത്തിക്കും. ആകാശ സൈന്യം എവിടെ പ്രവർത്തിക്കും? മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കും. അവൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാകും? മനോവികാരവും മോഹവും ഉണ്ടാകും. മനോവികാരത്തോട് ഉണ്ടാകുന്ന മോഹം നിവർത്തിക്കാനാണ്, അവിടെയാണ് മനുഷ്യന് പോരാട്ടം. എവിടെ? വിശുദ്ധൻ്റെ പോരാട്ടം അവിടെയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. ശരീരത്തിൽ ഈ വികാരവും മോഹവും കൊണ്ടുവന്ന് സദാസമയം നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വശത്ത് 2 ചേരിയിലാണ്. ഒരു വശത്തു നിന്ന് ആകാശ സൈന്യം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മനുഷ്യൻ്റെ ശരീരം, പിന്നെ ആ മനോവികാരം, ഇത്രയും വന്നു നിന്നുകൊണ്ട് ഇത് പോരാടിക്കൊണ്ടിരിക്കുക. ഇപ്പുറത്തുനിന്ന് അവനെ എതിർത്ത് നിൽക്കുക. എങ്ങനെയാണ്? ഇവൻ്റെ പ്രാണൻ കർത്താവ് കൊടുത്ത നല്ല മനസ്സാക്ഷി
ഇവരുടെ പ്രാണനും ദൈവത്തിൻ്റെ ആത്മാവും. ഈ 3 കാര്യങ്ങൾ ഇവർ ഒരു ചേരിയിൽ മനോവികാരം, മോഹം, ജഡം, ഈ ഇങ്ങനെ 2 ചേരിയിൽ പോയി വഴപ്പെട്ടിരിക്കുക. അപ്പോൾ അതിനകത്താ 1 Petros 2:12. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. പ്രവാസികളും പരദേശികളുമായിരിക്കും നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്. ഈ യുദ്ധം ചെയ്യുന്നവരെ ആരും അറിയില്ല. ഈ യുദ്ധം ചെയ്യുന്നവർ ഇങ്ങനെ അപ്പൊ കർത്താവിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവര്, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവര്, ഇതൊക്കെ നമ്മൾ പറയില്ലേ, എന്തെല്ലാം ചെയ്യുന്നവര്, ഇതുപോലും കഷ്ടപ്പെടുന്നവര്. പക്ഷേ യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്നവർ ഇവരാ, ഈ നിൽക്കുന്നവരാ. 2 ചേരിയായിട്ട് നിന്ന് പോരാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ പൈതലിനും, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനും സ്വസ്ഥത ഉണ്ടാവില്ല, ഒരിക്കലും അവന് ആശ്വാസം ഉണ്ടാവില്ല. കാരണം 2 ചേരിയിൽ നിന്ന് പോയി പോരാടിക്കൊണ്ടിരിക്കുക. ഏത് 2 വശത്തൊന്നും. ഇതിൻ്റെ ഉദാഹരണമാണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്. ഇസ്രായേൽ മക്കളെ കർത്താവ് കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെ കൊടുത്തു? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തന്നെ. അവിടെ അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിനറിയാമോ? 63 ഏഷ്യ 63 എടുത്താൽ മതി. 63 അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് അവരുടെ ഉള്ളിൽ നല്ല മനസാക്ഷി ഉണ്ടായിരുന്നോ? ദൈവം നമുക്ക് കൊടുത്തല്ലോ, നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു. അത് പുതിയ നിയമത്തിനെ പോലെയല്ല, എങ്കിലും നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു. ഇങ്ങനെ നല്ല മനസാക്ഷിയും ആത്മാവും കൊടുത്ത് അവരുടെ മനസ്സ്. മറുവശത്തുനിന്ന് എന്തായിരുന്നു? മോഹം, മനോവികാരം, ജഡം. ഇത് 3 കൂടെ പോരാടിക്കൊണ്ടിരിക്കുക. അപ്പം രണ്ട് ധ്രുവങ്ങൾ 2 പേര് നിൽക്കുക. ഒരു അറ്റത്ത് നിന്ന് സാത്താൻ നിന്ന് ആകാശ സൈന്യം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, അത് അവൻ്റെ പടയാളികളാണ്. ആരെയാ? സാത്താൻ്റെ. അവൻ്റെ പിന്നിൽ സാത്താൻ്റെ മുമ്പിൽ ആരൊക്കെ നിൽക്കുന്ന? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. അവർ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ഈ ഇസ്രായേൽ മക്കളുടെ ജഡത്തെ സ്വാധീനിച്ചതിന് ശേഷം ജഡവും മനോവികാരവും, ഈ 2 മോഹവും, ഈ കാര്യങ്ങൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം മനോവികാരം, ജഡം, ആകാശസൈന്യത്തിൻ്റെ സ്വാധീനം, ഇത് നടുക്ക് കൊണ്ടുവന്നിട്ടേക്ക് അവർ മോഹം. ഈ മോഹത്തിന് അപ്പുറത്ത് നിൽക്കുന്നതാണ് ഏതൊക്കെയാ? ദൈവം കൊടുത്ത ആത്മാവ്, ഇവരുടെ നല്ല മനസ്സാക്ഷി. ഇത് 2 തമ്മിൽ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും വിധിക്കേണ്ടത് ഇവരാണ് വിധിക്കേണ്ടത്. ഇവരുടെ സ്വന്തം മനസ്സാക്ഷി, സ്വന്തം ഇതിൽ വിധിക്കണം. ഇവർ ഏതിനെ സ്വീകരിക്കുന്നുള്ളതാണ്. ഒന്നുകിൽ മോഹത്തെ സ്വീകരിച്ചാൽ അവൻ്റെ ഒരു പഴകിയായിരിക്കും. കർത്താവിനെ ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇതിനെ സ്വീകരിച്ചിരിക്കണമെങ്കിൽ വ്യവസ്ഥയുണ്ട്. ഏതിനെ? ദൈവപക്ഷത്തായി തീരാൻ അതിനെ വിശ്വസിക്കണമെങ്കിൽ വ്യവസ്ഥയുണ്ട്. അത് ഒറ്റ വ്യവസ്ഥയുള്ളൂ: ദൈവത്തിന് കീഴ്പ്പെടണം. വേറെ ഒന്നും ചെയ്യണ്ട, ദൈവത്തിന് കീഴ്പ്പെടണം. ദൈവത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന സാഹചര്യത്തിന് കീഴ്പ്പെടണം. അതിനെന്താ സാഹചര്യം? അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അപ്പം കർത്താവ് മേളിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം അവർക്ക് പുറകെ ഒഴുകിച്ചേരും. അവർക്ക് യുദ്ധം ചെയ്യുന്നൊന്നും ചെയ്യാതാണ് കർത്താവ് കാക്കും. അവരുടെ ഉത്തരവാദിത്തത്തിലേ ഉള്ളൂ കൂടാരം നോക്കണം, തങ്ങളുടെ ജീവിതം ദൈവത്തെ ഭയപ്പെടണം, എപ്പോഴും കാഹളം കേൾക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, അഗ്നിസംഭവം മേഘസംഭവം അത് പോകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ പിന്നെ ഇത്രയുള്ള അവർക്ക് ഉത്തരവാദിത്തം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അവൻ ദൈവത്തിന് കീഴ്പ്പെടുന്നവനാണ്. പക്ഷെ അതവർ തയ്യാറായില്ല. ഇനിയില്ല എങ്കിൽ മറുവശത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇതിന് കീഴ്പ്പെടാൻ ഇതിന് കീഴ്പ്പെട്ട് വരുവാണെങ്കിൽ വചനം പറയുന്നത് ദൈവത്തിന് കീഴ്പ്പെടുവീൻ, ബാക്കി പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങൾ വിട്ടോടി. വേറെ ഒന്നും ചെയ്യണ്ട. പിശാചിനോട് എതിർപ്പം വേറെ ഒരു വഴിയില്ല. എന്താ വഴി? ദൈവത്തിന് കീഴ്പ്പെടുക മാത്രമേ ഉള്ളൂ. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങൾ വിട്ടോടിപ്പോകും. ആ വാക്യം 4 യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും
പിശാചിനെ എതിർത്ത് നിൽക്കുകയും എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവനോട് പോയി പിശാച് നിൽക്കാൻ പറ്റില്ല, അത്രമാത്രം നിൽക്കാം. അപ്പോൾ ഇവൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ യുദ്ധം രണ്ട് തമ്മിലുള്ള യുദ്ധമാണെന്ന് അവരും അറിഞ്ഞില്ല. ഏത് ഇത്രയും വലിയൊരു യുദ്ധം ഇതിൻ്റെ ഇടയിൽ നടക്കുന്നൊന്നും അറിഞ്ഞില്ല. അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് അറിയാം എന്ന് പറഞ്ഞു, ചിന്നൊന്ന് പറഞ്ഞു. രണ്ട് ചേരി നിന്ന് യുദ്ധം നടക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനെ അയച്ച് അവരുടെ നല്ല മനസ്സാക്ഷ്യം കൊടുത്തേക്കുക. ഒരു ചേരി, അപ്പുറത്ത് സാത്താൻ, ആകാശ സൈന്യം, ഏതൊക്കെയാണ് സൂര്യൻ ചെന്നാട്ട് അവർ മുഖാന്തരം ജഡത്തെ സ്വാധീനിച്ച് ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുക. അതൊക്കെയാണ് മനോവികാരവും മോഹവും. അപ്പോൾ ജഡത്തിൽ കൂടി മനോവികാരം. അപ്പോൾ രണ്ട് ചേരി. ഇപ്പോൾ ഇതിനകത്ത് പോരാട്ടം. ഈ പോരാട്ടത്തിൽ ഇതിനെ ജയിക്കാം. ഏതിനെ? സാധാരണ അവരുടെ ആയുധങ്ങളൊക്കെ ജയിക്കാം. എന്തിനു ചെയ്താൽ മതി? ദൈവത്തിന് കിടങ്ങിയോ? എങ്ങനെയാ ദൈവത്തിന് കിടങ്ങണേ പറഞ്ഞില്ലേ ആദ്യം? ദൈവം തന്നിരിക്കുന്ന സാഹചര്യത്തിനനുസൃതമാണ്. അതായത് എനിക്ക് രാവിലെ മഞ്ഞ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ പുട്ടും കടല കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസ്ഥ തെറ്റി. എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 മാസം ഇറച്ചി കഴിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസ്ഥ തെറ്റി. ദൈവം വെച്ചിരിക്കുന്നത് എന്തോ അത് അങ്ങനെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് കീഴടങ്ങി. അതാണ് അവൻ. പക്ഷെ അവർ സമ്മതിച്ചില്ല, അവരത് കീഴടങ്ങിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും മറ്റൊരു നോക്കിക്കൊണ്ടിരിക്കുക. അവിടുന്ന് പോന്നപ്പോൾ ഈ യുദ്ധമുള്ളതാണ്. ഈ യുദ്ധത്തിൽ ഇവരുടെ ഉള്ളിൽ എന്ന് പറയാമോ സംഭവിച്ച സംഭവം എന്ന് പറയുന്നത് 7:38 വായിക്കും. അപ്പസ്തോലരുടെ പുസ്തകം 7-ാം അധ്യായത്തിന് 38-ാം വാക്യം. അത് ഏറ്റവും ഇതായത് ചിത്രം വരച്ച് പഠിക്കേണ്ട വിഷയമാണ്. മനുഷ്യൻ ജാതിയായി പോകുന്ന വിഷയമാണ്. ഉറക്കപ്പറ സീനായി മലയിൽ തന്നോട് സംസാരിച്ച മോശയെ കുറിച്ച് പറയാം. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സിലാതെ. ആർക്ക് കീഴ്പ്പെടാൻ മനസ്സിലാതെ? ദൈവത്തിന് കീഴ്പ്പെടാൻ. അപ്പോൾ നമ്മുടെ അവരുടെ മനസ്സാക്ഷി നിൽക്കുക, അവരുടെ മനസ്സ് നിൽക്കുക, അവരെന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിൽക്കുക. അതായത് ഒരു വശത്ത് ദൈവം നിൽക്കുക, ഒരു വശത്ത് സാധാരണ നിൽക്കുക. ഇവർ തമ്മിലാണ് യുദ്ധം. അപ്പോൾ ഒരു കാര്യം നോക്കുന്നത്, അപ്പോൾ രണ്ടുപേരും നിൽക്കുക. ഒരാൾ നല്ലൊരു മനുഷ്യൻ, ഒരാൾ ദുഷ്ടനായ ഒരു മനുഷ്യൻ. അപ്പോൾ അവർ തമ്മിലുള്ള യുദ്ധം ചെയ്യുമ്പോൾ ഒരു ചീട്ട് വരിക, നീ ആരുടെ ഭാഗത്ത് കൂടുന്നോ അവന് ജയിക്കും, നീ ആരുടെ ഭാഗത്ത് കൂടുന്നോ ആരോട് ജയിക്കും എന്ന് നമ്മളോട് പറയാം. ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ നിൽക്കുന്ന ആളെ നമ്മൾ കണ്ടാൽ മതി. യുദ്ധത്തിൽ നമ്മൾ കണ്ടതാ, പക്ഷെ കണ്ടില്ല അവര്. അത് മനസ്സിലായെന്നു. ഒരു വശത്ത് ദൈവം നിൽക്കുന്നു, ഒരു വശത്ത് സാത്താൻ. ഇവർ തമ്മിൽ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ദൈവം ജയിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന് നമ്മൾ കീഴടങ്ങണം. സാത്താൻ ജയിക്കണമെങ്കിലോ അവൻ്റെ മോഹം നിവർത്തിക്കാനായിട്ട് വെക്കണം. ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങരുത്. ഇതെങ്ങനെയാണ്? ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ദർശനമില്ലാതെ അവർ ദൈവത്തിൻ്റെ ഇതിന് കീഴടങ്ങിയില്ല. അതാണ് ഞാൻ മിസ്രൈമിൽ വെച്ച് തന്ന ഭക്ഷണമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവർ കുറുകൊടുത്ത് ദൈവത്തിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് 5 കാര്യങ്ങൾ ചെയ്തതോടുകൂടി ദൈവത്തിന് കീഴടങ്ങുകയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി മറ്റവൻ രക്ഷപ്പെട്ടു, മറ്റവൻ ജയിച്ചു. ആര് ജയിച്ചു? സാത്താൻ ജയിച്ചു. ആരൊക്കെയാ? അവരുടെ പാളയത്തിൽ ആരാ? സാത്താൻ, ആകാശ സൈന്യം. ആ സമയത്ത് ഈ ജഡത്തിനും സന്തോഷം ഉണ്ടാവും. നമ്മുടെ ജഡമൊന്നും അതാ പറഞ്ഞാൽ ഇതിനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞാൽ അതാണ്. ചിലപ്പോൾ നമുക്ക് തോന്നില്ലേ ഇപ്പം ഞാൻ വലിയ കുഴപ്പമില്ലട്ടോ, വിശ്വാസത്തിലാണ്, ഇങ്ങനൊരു കൃപ കർത്താവ് എനിക്ക് തന്നല്ലോ, ഞാൻ വിശ്വാസത്തിലാണ്. വിശ്വസിക്കരുത്. കാരണം എന്നറിയാം, നിൽക്കുന്നെന്ന് തോന്നുവാൻ വിചാരിക്കുന്നു. നിൽക്കുന്നെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ തോന്നിക്കുന്ന ആരാ? മനോവികാരമാണ്, വൈകാരികതയാണ്. വൈകാരികതയ്ക്ക് നമ്മൾ വിശ്വാസത്തിൽ യാതൊരു തരത്തിലുള്ള സ്ഥാനവും കൊടുക്കാൻ പാടില്ല. വൈകാരികതയ്ക്ക്
വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ ഇതൊന്നൊക്കെ പ്രായോഗികമായിട്ട് അതിൻ്റെ നമ്മൾ ദിനംതോറുമുള്ള നമ്മുടെ ചര്യകളിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മൾ ഈ പറയുന്നതല്ല, നമുക്ക് നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം ഭയങ്കര ദൈവത്തിന് കരുണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിൽക്കാൻ നിർത്തിയില്ല. നിർത്തിയേക്കും ഇവൻ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മനോവികാരത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരാൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഒരാൾക്ക് എന്ത് വേണമെങ്കിലും. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തോന്നുന്നത്, എനിക്കൊരു കുറേ എതിരാളിയുണ്ട്. ആ എതിരാളി ഞാൻ നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ എതിരാളി പറയുന്നത്, അവർ പറയുന്നത് ഞാൻ ദുരുപദേശക്കാരനാണ്. ആ ദുരുപദേശത്തിൻ്റെ കാരണം എന്നറിയാം, ഞാൻ 2 ദൈവങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അത് പഠിപ്പിക്കാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം ഒരാളെ ഇങ്ങനെ ഒരു സംശയം വെച്ച് ചോദിച്ചു, ഇങ്ങനെ ദൈവം 2 ആണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയോടല്ല എനിക്ക് വിഷമം, ആ വ്യക്തിയോടല്ല ചിന്ത വന്നു, പിന്നെ ആരെ കൂടാ ഇത് പറഞ്ഞു കൊണ്ടാക്കുന്ന വേറൊരു ഒരു എൻ്റെ എതിരാളിയുണ്ട്, എനിക്കൊരു എതിരാളിയുണ്ട്. ആ എതിരാളിയുടെ ശബ്ദമാണ്. ഇതാണ് ദൈവം ഏറ്റവും കൂടുതൽ ശത്രുത്വവും അല്ലെങ്കിൽ ദൈവത്തിന് കോപം വരുന്ന കാര്യം. ഒരാൾ എത്ര വേണമെങ്കിലും ചോദിക്കട്ടെ, എത്ര വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, കുഴപ്പമില്ല. പക്ഷേ അവൻ മറ്റത് ചോദിക്കുമ്പോഴേ അത് സാത്താൻ്റെ ആഗ്രഹം അവനിൽ കൂടി വെളിപ്പെട്ട് വരുമ്പോഴാണ് ദൈവം ഒരു കാരണവശാലും സമ്മതിക്കില്ലാത്തത്. അതാണ് അവർ കൊതിക്ക് ഭക്ഷണം ചോദിച്ചത്. എന്തിനു ചോദിച്ചു? കൊതിക്ക്. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു. എന്തിനു കീഴ്പ്പെട്ടു? മോഹിച്ചു, കൊതിക്ക് ഭക്ഷണം ചോദിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് തീർച്ചയായും. കാരണം ഇപ്പോൾ അവൻ പറയുന്നത് എന്താ? ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ, അതാ അവൻ പറഞ്ഞത്, എൻ്റെ പൈതല എന്ന് അവൻ പറയുകയാണ്. അതോടുകൂടി ദൈവത്തിന് അവർ കീഴ്പ്പെടുന്നില്ല എന്നുള്ളത് തെളിഞ്ഞു. അതോടുകൂടി എന്ത് ചെയ്തു? അത് ആ സമയത്ത് ദൈവം അവരെ കൈവിട്ടു. ശരി, നീ എടുത്തോളാം. ആരെടുത്തോളാൻ? ഈ എതിരെ നിൽക്കുന്ന കൂട്ടരെടുത്തോളാൻ. ഈ സാത്താനും ഈ ആകാശ സൈന്യവും. പിന്നെ ഇവർ പോവുകയാണ് വേറെ വഴിക്കാം. ദൈവസഭയിൽ സംഭവിക്കുന്ന കാര്യം പറയാം. ദൈവസഭയിൽ വിശ്വസ്തമായിട്ട് നിന്നുകൊണ്ടിരുന്ന വിശ്വാസികൾ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യമായി പറയണം. നിങ്ങൾ പറയുന്നത് വലിയൊരു കെട്ടുകഥയില്ല. ഇതിൽ നിന്ന് പ്രതാപദാസന്മാർ ശുശ്രൂഷയായിട്ട് നിന്നവർ, ആത്മാർത്ഥമായിട്ട് നിന്ന വിശ്വാസികൾ, ഇവരുടെ എല്ലാം വിശ്വാസത്തിൽ ഈ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ അത് അടുത്ത ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ആ സഹോദരി നാളെ വീഴാൻ പോവാണ് എന്ന് പറഞ്ഞു. കാരണം അവർ ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക, നാളെ അത് വീഴാൻ പോവാന്ന് അവരെ വിളിച്ച് കാര്യം പറഞ്ഞു, എന്നതാണ് സംഭവം. പക്ഷെ അതൊന്നും നിൽക്കാൻ പറ്റിയില്ല. കാരണം ഈ യുദ്ധത്തിൽ ദൈവത്തിന് കേടുന്നൊരു അനുഭവം അവർക്ക് സാധിച്ചില്ല. എന്തുമാവട്ടെ, അവരങ്ങ് വിട്ടതോടുകൂടി ദൈവം കൈവിട്ട് അവൻ്റെ കയ്യിൽ വന്നു. അവൻ്റെ കയ്യിൽ വന്നതോടുകൂടി പിന്നെ അവർക്ക് എന്ത് ചെയ്തു? അത് അടുത്ത് വായിച്ച് 7:38 മുതൽ 39 മുതൽ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു. ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക്. അവരെങ്ങോട്ട് തിരിഞ്ഞു? മിസ്രൈമിലേക്ക്. അതായത് ഏതിന് കീഴ്പ്പെടുന്നതാണ്? മോഹങ്ങൾക്ക്, മനോവികാരത്തിന്, ആകാശത്തിന്റെ അധികാരത്തിന്. ഇത് അപ്പുറത്തേക്ക് കീഴ്പ്പെട്ടാൽ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കീഴ്പ്പെട്ടാലും പ്രത്യേകതയെന്നറിയാം. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ ഒരു സ്ഥാപനം തുടങ്ങാം. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിന് രാവിലെ അതെപ്പോഴാണ് അത് തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹൂർത്തം നിശ്ചയിക്കും. 8:30 മുതൽ 10 മണി വരെ മുഹൂർത്തം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വഴിപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുണ്ട്. ഇപ്പോഴത്തെ ചേരിയിൽ വന്നാൽ ഇതൊന്നും നമുക്ക് ബാധിക്കില്ല. ഏത് ചേരിയിൽ വന്നാൽ? ദൈവത്തിൻ്റെ ചേരിയിൽ വന്നാൽ. കാരണം വചനം പറയുന്നത് എൻ്റെ കാലഗതികൾ നിന്റെ കൈവശമിരിക്കും. ദൈവത്തിൻ്റെ മക്കളാണ് എൻ്റെ കാലഗതി. പിന്നെ അവന് കാലഗതികൾ പ്രശ്നമല്ല, മുഹൂർത്തം പ്രശ്നമല്ല, ലക്ഷണം പ്രശ്നമല്ല. ലക്ഷണശാസ്ത്രം അനുസരിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്തവരുണ്ട്. ഞാനിപ്പോൾ അതുകൊണ്ട് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ലക്ഷണശാസ്ത്രം അനുസരിച്ച് കർത്താൻ നമ്മുടെ വേദവസ്ത്രത്തിൽ എഴുതിയിരിക്കുന്ന സക്കായിനെ വിശ്വസിക്കാം. എന്താന്ന് പറയണ്ട, കേൾക്കണ്ട. മോശ, യെരമ്യാവ്, പിന്നെ
ഇങ്ങനെയുള്ള കർത്താവിൻ്റെ ദാസന്മാരും ഒക്കെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസം വരുന്ന നല്ലൊരു ശതമാനത്തിനെ ലോകപ്രകാരമാണ് അവർ രക്ഷണത ശ്രദ്ധിക്കാൻ കൊള്ളാത്തവരാ. പക്ഷെ അവരാരായി തീർന്നു? ദൈവവിശ്വസ്തരായി തീർന്നു. കാരണം എന്താ? ലക്ഷണവിദ്യ യാക്കോബിനോട് ഭരിക്കില്ല. ലക്ഷണവിദ്യ ആ വിചാരം യാക്കോബിന് പറ്റുകയും കാലഗതി ദൈവജനത്തിന് ബാധകമല്ല. 3 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ എവിടെ വെച്ച് ഓർത്തോണം. ഏതൊക്കെയാണ്? ലക്ഷണവിദ്യ 21 സംഖ്യാപുസ്തകം അത് ആ അപ്പം തന്നെ പറയുവാണെങ്കിൽ സംഖ്യാപുസ്തകം 21 അധ്യായം 22 വാക്യം അല്ല 23 വാക്യം. ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല. പറയില്ലേ അവർ മന്ത്രവാദം ചെയ്തതാ എനിക്ക് അവരങ്ങനെ വന്നേന്ന്. പക്ഷെ അത് പറ്റില്ല. ഇസ്രായേലിനും മന്ത്രവാദം പറ്റില്ല, ആഭിചാരം പറ്റില്ല. പിന്നെ ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കില്ല. അവന്റെ ലക്ഷണം നോക്കിയിട്ട് കാര്യമില്ല. ലക്ഷണം നോക്കി അവൻ പറയുക പോയില്ല എന്ന് വരും. പക്ഷെ അവൻ ആരായി തരും? കാരണം എന്താ? കാരണം ഈ യുദ്ധത്തിൽ അവൻ ആരുടെ പക്ഷം നിൽക്കും? ദൈവത്തിന് കീഴടങ്ങും. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങും. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങുന്നതിന് എന്ത് പ്രശ്നമല്ല. ലക്ഷണവിദ്യ, ആഭിചാരം, ഇങ്ങനെയുള്ള കാലഗതി അതുകൂടെ കൂടി ഞാൻ എഴുതിക്കോ. കാലഗതിയുടെ കാര്യം എന്റെ കാലഗതികൾ എന്റെ കൈവശം ഇരിക്കുന്നു. സങ്കീർത്തനമാ മരണത്തിന്മേലും ആത്മാവിന്മേലും എടുത്തരാം. മരണത്തിന്മേൽ അധികാരമുള്ള മരണം എന്ന് പറഞ്ഞാൽ ആരാ? ഞാനാണ്. മരണത്തിന്മേലും മനുഷ്യന്റെ ആത്മാവിന്മേലും അധികാരമുള്ളത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നമ്മുടെ കർത്താവിനുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മെ ബാധിക്കാൻ പാടില്ല. ഏതൊക്കെയാണ്? ലക്ഷണം, ആഭിചാരം, കാലക്കേട്, പിന്നെ മരണം ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇന്നെ ഇത്ര ദിവസം ഇത്രാം തീയതി മരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ നടക്കുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് നമുക്ക് പറ്റില്ല. കാരണം എന്താ? നമ്മൾ ഇസ്രായേലാണ്, യാക്കോബാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അതുകൊണ്ട് അവൻ്റെ കരം വിട്ടുപോകും. അതുകൊണ്ടാണ് വചനം പറയുന്നത് ബാബേൽ രാജാവ് വഴിത്തലയ്ക്കുള്ള യഹോസ്കേൽ പ്രവചനം 23-ാം അധ്യായം 31 പറയുന്നത്. സങ്കീർത്തനം 31 അതൊന്നും കൂടെ വായിച്ചിട്ടോ. സങ്കീർത്തനം 31-ന്റെ വായിച്ചോ. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലേക്ക്. അപ്പോൾ കാലഗതികൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ദൈവത്തിന്റെ ജനത്തിന് ഈ വക കാര്യങ്ങൾ ബാധകമല്ല. ദൈവത്തിന്റെ ജനത്തിന്റെ വേറെ അനുഭവങ്ങളാണ്. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് എഹെസ്കേൽ 21-21 ഇപ്പൊ അങ്ങ് പോയി കഴിഞ്ഞാൽ അതും കൂടെ എടുക്കും. എഹെസ്കേൽ 21-21 എഹെസ്കേൽ 21 ഇരുവഴിത്തലയ്ക്കൽ വഴിത്തിരിവിങ്കൽ തന്നെ പ്രശ്നം നോക്കാൻ നിൽക്കും. അവൻ തന്റെ അമ്പുകളെ കുലുക്കി പുരാദേവന്മാരോട് ചോദിക്കുകയും കരൾ നോക്കുകയും ചെയ്യുന്നു. യന്ത്രകുട്ടികളെ വഹിക്കേണ്ടതിനും വൻകൊലയ്ക്കായി വായ് പിളർന്ന് ആർക്കുവിളിക്കേണ്ടതിനും വാളുകളുടെ നേരെ യന്ത്രമുട്ടികളെ വഹിക്കേണ്ടതിനും വാടകോരി കൊത്തണം പണിയേണ്ടതിനും
യെരൂശലേമിനെ കുറിച്ചുള്ള പ്രശ്നം അവന്റെ വലങ്കൈയിൽ വന്നിരിക്കുന്നു. കർത്താവ് യെരൂശലേമിനെ കുറിച്ചുള്ള പ്രശ്നം എവിടെ വന്നിരിക്കുന്നു? അപ്പോൾ യെരൂശലേമിനെ കുറിച്ചുള്ളത്, യെരൂശലേം എന്ന് പറഞ്ഞാൽ ആരാ? ഒരു വിശ്വാസിക്ക് സംബന്ധിക്കുന്നതാണ് യെരൂശലേം എന്ന് പറഞ്ഞത്. ഞാൻ വിഷയം പൂർത്തിയായിക്കോട്ടെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും. യെരൂശലേം എന്ന് പറയുന്നത് ആരാണ്? നിനക്ക് നീതിയുടെ നഗരം എന്ന് വിളിക്കപ്പെടും, വിശ്വസ്ത നഗരം എന്ന് വിളിക്കപ്പെടും. യെരൂശലേം എന്ന് പറയുന്നത് ഏത്? യെരൂശലേം എത്രയുണ്ട്? ആദ്യം യെരൂശലേം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഈർ ശാലേം എന്ന് പറഞ്ഞാൽ, ഈർ എന്ന് പറഞ്ഞാൽ പട്ടണം അല്ലെങ്കിൽ സിറ്റി, ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനം. അപ്പോൾ സമാധാനത്തിന്റെ പട്ടണം എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ എവിടെ ഇരിക്കണേ? സ്വർഗത്തിൽ. അതാണ് മീതെയുള്ള യെരൂശലേം. ഈ രണ്ടാമത് ഭൂമിയിൽ നിന്ന് പാലസ്തീനിൽ ഒരു യെരൂശലേം ഉണ്ട്, അതും യെരൂശലേമാണ്. ഇനി മൂന്നാമത് മനുഷ്യന്റെ ഹൃദയമാണ്. ഇതാണ്, ഇങ്ങനെയാണ് 3 യെരൂശലേമിനെ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള എല്ലാറ്റിനെക്കുറിച്ചും ഇവര് നക്ഷത്ര രാശികൾ കബഡിയൊക്കെ നിരത്തുന്നുണ്ടോ? ഇവര് കബഡി നിർത്തി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഇപ്പോൾ ഒരാളെ കുറിച്ച് ലക്ഷണം നോക്കുക. ആ ആളുടെ ഇപ്പോൾ ഏത് കാലമാണ്, നല്ല കാലമാണോ, ഇപ്പോൾ അയാൾക്ക് ഏത് തൊഴിലാണ് ചെയ്യാൻ നല്ലത്, ഇങ്ങനെയുള്ളതെല്ലാം നോക്കി വരുമ്പോഴത്തേക്കും ഈ ആളെക്കുറിച്ചുള്ള ദർശനം ഇവിടെ വരും. കാരണം ഇത് മുഴുവനും മനുഷ്യൻ മുഴുവനും ആരുടെ കീഴിലാണ്? നക്ഷത്ര രാശികളുടെ കീഴിലാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ കീഴിലാണ് അവർ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരത്തുന്നത് മുഴുവനും ഏതാ? നിങ്ങൾ കണ്ടിട്ടില്ലേ പഞ്ചായത്തിലൊക്കെ അവിടെ ഒരു 12 കുളം കരച്ചിട്ടുണ്ട്. അതിലെഴുതിയിട്ടുണ്ട് ച, പൂ, സ, മ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഓരോ നക്ഷത്രത്തിൻ്റെ പേരാ എഴുതിയിട്ടേക്കാം. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ജന്മകോളമുണ്ട്, നമ്മൾ ജനിച്ച ഒരു കോളമുണ്ട്. ആ കുളം തൊട്ട് എണ്ണുകയാണ് ശേഷം രണ്ടാമത്തെ കോളത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ, മൂന്നാമത്തെ കാലത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഓരോ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ മുഖാന്തരം ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഏത് സമയമാണ്, നല്ല സമയമാണോ കഷ്ടകാലമാണോ എന്നുള്ളത് നോക്കി അറിയാം. അപ്പോൾ ഇതിങ്ങനെ നോക്കി അറിയാമെങ്കിലും വിശ്വാസത്തിലേക്ക് ഒരാൾ കർത്താവ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഇതിൽ വന്നാൽ കാണില്ല. ഈ നക്ഷത്ര രാശികളുടെ ഈ കൂട്ടത്തിൽ വന്നാൽ കാണില്ല. അവരതിൽ നിന്ന് അപ്പുറത്ത് പോയവരാണ്, ഈ രക്ഷിക്കപ്പെട്ടു പോയവരാണ്. അതുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നത്. അവർക്ക് ഇത് ബാധകമല്ല. അതുകൊണ്ടാണ് എഫേസ്യർ നമ്മൾ വായിച്ചത് എന്താ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെ നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അതിൽ നിങ്ങൾ മുമ്പേ ജഡമോഹത്തിനും മനോവികാരത്തിനും വായിക്കും. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കും. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ അപ്പൊ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നവരാണ് നാം എന്നർത്ഥം. അപ്പോൾ ലോകത്തില് ഇവിടെ നിന്ന് ഇവൻ അടുത്ത വർഷം ഇത് ഓരോ നക്ഷത്രങ്ങളും ഭരിക്കുന്നതിന് കാലഘട്ടമുണ്ട്. അടുത്ത 3 വർഷത്തേക്ക് ഇന്ന നക്ഷത്രം അവൻ ഭരിക്കുന്നത് കൊണ്ട് ഇവൻ ദരിദ്രനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത് നക്ഷത്രം നോക്കുന്ന ഇതാണ്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് അവന് ആദിയോടന്തമുള്ള സകല അനുഭവങ്ങളും ഇതിൽ നിന്ന് അവർ കണ്ടുപിടിക്കും, എഴുതി വരിക്കുന്നത്. അത് കണക്കാണ്, അതിന് ദൈവം വെച്ചിരിക്കുന്നത് തന്നെയാണ്. ഇത് ഇല്ലെന്നൊന്നും പറഞ്ഞ് നമ്മൾ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോശന്മാരാകുന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ വചനം പറയുന്നത് നാളെ ഇവിടെ ഒരു തോപ്പുംപടി ജംഗ്ഷനിൽ ഒരു കലഹം ഉണ്ടാവണം, ഒരു വഴക്കുണ്ടാവണം. ആ തോപ്പുംപടി ജംഗ്ഷനിൽ ഒരു വഴക്കുണ്ടാകണമെങ്കിൽ അത് ശത്രു തീരുമാനിക്കുക. ശത്രു തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആകാശസൈന്യം അത് ആ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് വഴക്കുണ്ടാക്കേണ്ടവർ എത്ര പേരാണ്? 30 പേര്. ഒരു 30 പേരോട് കൂട്ടയടി നടക്കണം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 30 പേരുടെ ഉള്ളിലേക്ക് ശരീരത്തെ സ്വാധീനിച്ച ശേഷം മനസ്സിന് എന്ത് വരും? മനോവികാരം. അല്ലെങ്കിൽ കുറേ നാളായി ഞങ്ങൾ സഹിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിന് ഇതുണ്ടാക്കുക, വികാരം ഉണ്ടാക്കുക. ഇത് അങ്ങനെ അങ്ങ് കളയാൻ പറ്റില്ല, ഇത് വെറും അടിമത്വമാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ എന്തായി തീരും, ഇത് ഓരോരുത്തർ ചിന്ത കൊണ്ടുവരിക. ഇതാരെ കൊണ്ടുവരുന്നേ? അവനിത് ചിരിക്കുക. ഈ 30 പേര് ആ കൃത്യസമയത്ത് എവിടെ വരും?
വഴി ജംഗ്ഷനിൽ വരും. അപ്പോൾ അവിടുന്ന് തീപ്പൊരി പോലെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതോടുകൂടി വലിയൊരു പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് അവിടേക്ക് ഒരാൾ അവൻ 30 പേര് 29 പേര് ഇല്ല, ഒരാൾ ഉദാഹരണം പറയണ 29 പേര് വന്ന് ഒരാൾ അന്ന് കർത്താവിനെ അറിഞ്ഞു, കർത്താവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ പ്രശ്നമായി. എന്താ വെച്ചാൽ അവർ പറഞ്ഞു 30 പേരോടി കഴിക്കാൻ പറഞ്ഞു. ഇവർ 30 പേരോടി ഇവിടെ വന്നു, ഇവൻ്റെ ശരീരത്തിൽ വന്നു മനോവികാരത്തിൽ വന്നു. എന്ന് പറഞ്ഞു ഇവൻ ഇവിടെ ഈ കണക്കിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ ദൈവം നോക്കും. എവിടെ തീർന്ന് അതൊക്കെ ദൈവം നോക്കേണ്ട കാര്യം. ഞാനാരതിൽ നോക്കിയാൽ. അപ്പോൾ എവിടെ മുട്ടുവന്നോ? മനോവികാരം അവനെ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത നിലയിൽ അവൻ അപ്പുറത്ത് മറുപക്ഷം ചേർന്നു. ഏത് പക്ഷം? ദൈവത്തിൻ്റെ പക്ഷം ചേർന്നു. പിന്നെ ഇത് അങ്ങോട്ട് ചേരില്ല. അപ്പോൾ അവൻ മറുപക്ഷം ചേർന്നതിൻ്റെ നമ്മൾ കാര്യമാണ് വായിച്ചത്. ഇവന് അത് 29 പേരും വന്ന് അവിടെ ചോദ്യങ്ങളുണ്ടാവും. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുമെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? സാത്താൻ മിന്നൽ, അതെന്താ കാരണം? സാത്താൻ മിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. അതിന്റെ കാരണം എന്നാ? ഇവര് 70 പേര് പോയി ജനത്തെ എല്ലാം ഇളക്കി. എല്ലാവരും ഇളക്കിയപ്പോഴത്തേക്കും അവിടുന്ന് ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് അത്ഭുതങ്ങൾ ചെയ്ത് കർത്താവിന്റെ നാമം മുഖത്ത് കൊടുക്കുക. ഇവന്റെ കീഴിലുള്ളവർ പിടിച്ചിട്ട് നിൽക്കണില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇങ്ങനെ വന്നതാ നേരിട്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ 30 പേര് അടിയുണ്ടായി. 30 പേര് അടിയുണ്ടായി. 29 പേര് അടിയിൽ ഉൾപ്പെട്ടുള്ളൂ. ഒരാളെ കിട്ടിയില്ല. അവിടെ പോയി. അതിനുശേഷം വന്ന് നോക്കിയപ്പോഴത്തേക്കും അവനെക്കുറിച്ച് എന്ത് ചെയ്തു? അവനെക്കുറിച്ച് നോക്കി. അതിന് ലക്ഷണം നോക്കിയപ്പോൾ അവൻ അതിനകത്ത് ഇല്ല. 29 പേര് അതിനകത്തുണ്ട്, ഒരാൾ ഇല്ല. എന്താ പോയി? അവനെ പോയി. ഇതിനാണ് ലക്ഷണം നോക്കുമ്പോൾ അവരുടെ കളത്തിൽ വരുന്ന ജീവിതങ്ങളുണ്ട്. അവർ ജാതികളാണ്. ഒരിക്കലും വിശ്വാസി അവരുടെ കളത്തിൽ വരില്ല. പക്ഷെ വരും, മനസ്സിലാവുണ്ടാവും. അപ്പൊ ഇങ്ങനെ നോക്കിക്കളഞ്ഞ് അവരുടെ പോയി. ഇവൻ എവിടെ വെച്ച് നഷ്ടപ്പെട്ടു? അവൻ പോയപ്പോഴോ അവൻ ഒരു വഴി യാത്ര പോയതാ. യാത്ര പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കൊണ്ടന്നൂർ ജംഗ്ഷനിൽ അവൻ തിരിയുമ്പോഴത്തേക്കാണ് അവിടെ ഒരാളെ കണ്ടത്. അയാൾ തീർച്ചയായിട്ടും പറഞ്ഞ് മരിച്ച പണിയാണ്. അങ്ങനെ പോയതാണ്. അവിടെ തിരിഞ്ഞെന്ന് അവൻ നോക്കി വയ്ക്കും. ഇവിടെ പറഞ്ഞത് ഇവൻ എവിടെ തിരിഞ്ഞു പോയേ? ഇരുവഴി തലയ്ക്കലാണ്. അവൻ നമ്മൾ എവിടെ വെച്ച് തിരിഞ്ഞു പോകാൻ ശേഷം കുറിച്ച് വയ്ക്കുക. നമ്മൾ എവിടെ വെച്ചാണ് ദൈവത്തെ ഭയപ്പെട്ട് പാപബോധം വന്ന് തിരിഞ്ഞെന്ന് കുറിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ അവൻ അത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും. ഇവനെ വിട്ടുകളയില്ല. കാരണം റഡാറിൽ പോകുന്ന പോലെയാ. ഇവിടെ എവിടെയെങ്കിലും പോയി പടിഞ്ഞാറ് വഴി ഒരു പ്ലെയിനൊക്കെ പോയി കഴിഞ്ഞാൽ, ശ്രീലങ്കയിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ റഡാറ് ഇവിടെ ചെറിയതൊന്നും കയറില്ല. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ അകലെ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണില്ല. പക്ഷെ എന്നാൽ റഡാർ നോക്കിക്കൊണ്ടിരിക്കും. അതിന് വേണ്ട ഈ പരിധിയിലൊക്കെ വരുന്നുണ്ടോ. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും സന്ദർഭത്തിൽ ഇവൻ ഈ പറഞ്ഞ മനോവികാരങ്ങൾക്കും മോഹങ്ങൾക്കും ആകാശത്തിലെ അധികാരത്തിനും കീഴ്പ്പെട്ട് അവൻ അത് അനുസരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് ഒരു അനക്കമുണ്ടാവും. എന്താ? ഇവൻ ലക്ഷണത്തിന് വന്നു. ഇവനെ ഉടനെ തന്നെ നിരത്തുന്നവരൊക്കെ നോക്കി ശരി എപ്പോൾ വന്നിട്ടുണ്ട്, കളത്തിൽ വന്നിട്ടുണ്ട്, മുമ്പ് പോയതാ, ഇപ്പോൾ വന്നതാ. ഇതാണ് ജാതീയതയിലേക്ക് തിരിഞ്ഞാത്ത വിഷയം. കർത്താവിന്. അപ്പൊ അവിടെ നിന്ന് ഇവൻ നോക്കുന്നത് എന്താ? അവൻ കുലദേവന്മാരോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ആരെക്കുറിച്ചാ? ഇത് ഇവന്റെ കയ്യിൽ നിന്ന് പോയവൻ വീണ്ടും തിരിച്ചിവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നത്തെ രക്ഷപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ഒരു ആനയെ നമ്മൾ മനുഷ്യർ പിടിച്ച് കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിച്ചതിന് ശേഷം നാട്ടാനയാക്കിയതിന് ശേഷം അതിന് ആവശ്യം പോലെ കൊണ്ടെടുക്കും. പക്ഷേ ഈ തടിയൊക്കെ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും അവർ അഴിച്ചു വിടുന്ന സമയം വരും. ചിലപ്പോൾ വലുത് വഴുതെറ്റി കാട്ടാനക്കൂട്ടം വരുമ്പോൾ ആ കൂട്ടത്തെ നമുക്ക് പോകും. അപ്പം നാട്ടാന വീണ്ടും കാട് കയറും. പിന്നെ ബാക്കിയുള്ള എല്ലാ കാട്ടാനേനും കിട്ടും.
ഈ ഒരെണ്ണത്തിന് മാത്രം കിട്ടില്ല. കാരണം മുമ്പ് പോയത് മുഴുവൻ അവന് ഓർമ്മയുണ്ട്. പിന്നെ ആനക്കാട് പറയണത് അവന് വടിയെടുത്തത് നാട്ടിന് വഴിക്കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുന്നതാണ്. എന്തെങ്കിലും അപകടമുണ്ടോ? ഒരിക്കലും ഇനി നാട്ടിലേക്ക് വരാതിരിക്കണം. അതാണ് വചനം പറയുന്നത്. ഒരുവൻ ദൈവത്തിൻ്റെ വചനവും വരാതിരിക്കുന്ന ലോകത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ മനഃപൂർവ്വം പിന്മാറിപ്പോയാൽ അവനെ പിന്നെ തിരിച്ച് മാനസാന്തരത്തിലേക്ക് വരുത്തുവാൻ കഴിവുള്ളതല്ല. അവൻ മറ്റേ കീഴ്പ്പെട്ടതിൽ പോയി അവൻ ആ നക്ഷത്ര രാശികളുടെ സ്വാധീനത്തിൽ വിട്ടുപോയി. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വചനം പറയുന്നത് ഇവൻ്റെ ദർശനം അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതിൻ്റെ വിശദീകരണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സമയം അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ സദാസമയം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് എവിടെ നോക്കിക്കൊണ്ടിരിക്കുക? അവർ നോക്കിക്കൊണ്ടിരിക്കുക. ആ ഇതിൽ വരുന്നുണ്ടോ? ഏതിലൊക്കെ അതിൽ വന്ന് വിട്ടുകഴിഞ്ഞാൽ പ്രശ്നം. നമ്മളൊക്കെ എന്തൊക്കെ കേൾക്കും? ലക്ഷണവിദ്യ, അഭിചാരം, കാലഗതി, മരണം, ഇങ്ങനെയുള്ള സകല സ്വാധീനത്തിലും പെടാൻ. ഇതിൽ നിന്നെല്ലാം ഒഴിവായി വന്നവരാണ് ദൈവത്തിൻ്റെ ജനം, കർത്താവിൻ്റെ സദാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് അവർ പോകാൻ സമയം ആണ് 7:40 കൊല്ലമായി അപ്പസ്തോല ദിവസം. അപ്പസ്തോല ദിവസം 7:40. അവരോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയം മിസ്രൈമിലേക്ക് തിരിഞ്ഞപ്പോൾ മിസ്രൈമിൽ എങ്ങോട്ടാണ് തിരിയുന്നത്? ഇവരുടെ ഹൃദയം എങ്ങോട്ടാണ് തിരിഞ്ഞ്? മിസ്രൈമിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ മിസ്രൈമിലെ കാര്യങ്ങൾ എന്തെല്ലാമാണ് കാണിച്ചത്? മിസ്രൈമിലെ ഭക്ഷണം, മിസ്രൈമിലെ കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ താല്പര്യം വന്നപ്പോൾ മിസ്രൈമിലെ ദൈവം ആരാ? കാള. അവിടെ ആരാധിക്കപ്പെടുന്ന ആ ദൈവത്തിലേക്ക് ഒരു ഹൃദയം തിരിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് മുമ്പായി പോകുവാൻ കാളക്കുട്ടി ദൈവങ്ങളെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞു. അന്നേരം കാളക്കുട്ടി ഉണ്ടാക്കിയത് ആരാ? കാളക്കുട്ടി ഉണ്ടാക്കിയത് ഒരാളല്ലേ? 3 സ്ഥലത്താണ് പറയുന്നത്. കാളക്കുട്ടി ഉണ്ടാക്കിയതിന് മൂന്ന് വചനമാണ്. ഒന്ന് അഹ്റോനാണ് കാളക്കുട്ടി ഉണ്ടാക്കിയത്. രണ്ടാമത്തത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കാളക്കുട്ടി പുറത്തു വന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരാണ് ഉണ്ടാക്കിയത്. അപ്പൊ ആരൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞേ? കാളക്കുട്ടി ആരാ ഉണ്ടാക്കിയത്? ഒന്ന് അഹ്റോനാണ് ഉണ്ടാക്കി, മറ്റൊരു ഭാഗത്ത് തന്നെ പുറത്തേക്ക് വന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരാണ്. യഥാർത്ഥം ഉണ്ടായത് എന്താ? ഹൃദയം എങ്ങോട്ട് തിരിഞ്ഞു? അവരുടെ ഹൃദയം എവിടെ ചെന്ന് ചോദിച്ചോ അവിടുന്ന് ദൈവം ആരോ അവരുടെ രൂപം അവരുണ്ടാക്കുന്നതിൽ തന്നെ വരും. അതാണ് ആ പറഞ്ഞതിന്റെ സാരം. അപ്പൊ 3 വചനങ്ങൾ ഓർത്തിരുന്നോളൂ. അറിയാമോ? 3 വചനങ്ങൾ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം. ഒന്ന് മുതൽ വായിച്ചോ. അപ്പൊ ശരിക്കും ആരുണ്ടാക്കി? അഹ്റോൻ ഉണ്ടാക്കി. എന്നെ 21-ാം വാക്യം വായിച്ചു. അഹ്റോൻ ഉണ്ടാക്കിയിട്ടില്ല.
ആരുണ്ടാക്കില്ല. ഇതെല്ലാം കൂടെ പറിച്ച് ജനം എല്ലാം കൊല്ലാൻ നിൽക്കുക. ജനം എല്ലാവരും ഇല്ലെങ്കിൽ ആറാനും വെച്ചേക്കില്ല. ഇതെല്ലാം കൂടെ കുണക്കെല്ലാം കൂടെ പറിച്ച് തരാൻ പറഞ്ഞു. എല്ലാം കൂടെ കൂടി ആ തീയിലേക്ക് പുറത്തേക്ക് വന്നതാണ് ഈ കളർ. അപ്പോൾ അഹ്റോൻ ഉണ്ടാക്കിയെന്ന് പറയുന്നു. അഹ്റോൻ്റെ അനുഭവം പറയുന്നു. യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് ഏതാണെന്ന് അപ്പോസ്തലന്മാർ പറയുന്നു. ആരുണ്ടാക്കിയതാരാണ്? അവരാണ്. അവരുടെ ഹൃദയമാണ്. അങ്ങനെ അവരാരായി തീർന്നു? പ്രകപുര ജാതികൾ. അപ്പോൾ ഒരു വിശ്വാസി ജാതിയായി തീർന്ന അനുഭവം മനസ്സിലായോ? ഒരു വിശ്വാസി എങ്ങനെ ജാതിയായി? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു വിശ്വാസി ജാതിയായി തീർന്നത്? ജാതിയായി തീർന്നുള്ള അനുഭവം എന്താ? വിശ്വാസിയായിരുന്നുള്ള അനുഭവം എന്താ? ഇത് രണ്ട് പോരാട്ടം നടക്കുകയാണ്. രണ്ട് യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഏറ്റവും ആദ്യം നടക്കണം, ഞാൻ ഇന്ന് ഈ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടാൽ രണ്ടുപേര് നിൽക്കുകയാണ്. യുദ്ധത്തിൽ രണ്ടുപേര് നിൽക്കുക. ആരൊക്കെയാണ്? ദൈവം. ഈ യുദ്ധത്തിൽ ദൈവത്തിന് ആരെയും ജയിക്കാനുള്ള ജയിപ്പിക്കൊന്നും വേണ്ട. കാരണം ദൈവത്തിന് എല്ലാം അറിയാവുന്നതിനും സർവശക്തിയുള്ളതിനും. പക്ഷേ ദൈവം തോറ്റു പോകുന്നത് എവിടെയാണ്? നമ്മൾ മനുഷ്യൻ അവൻ്റെ പക്ഷം നിൽക്കുമ്പോഴാണ് ദൈവം തോറ്റു പോകുന്നത്. നമ്മൾ അവൻ്റെ പക്ഷം നിൽക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പറഞ്ഞല്ലോ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യത്തിൽ, എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന സാഹചര്യമാണ്, അതിന് ഞാൻ നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവനാണ് അത്. അപ്പം അന്നേരം പറയുന്നത് അതാണ് മുഖമെന്ന് പറയുന്നത്. മുഖമെന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് വഴി. അതാണ് മുഖം. അത് വചനം പറയുന്നത് ആ കാര്യം കഠിനമുള്ളതല്ല, പിന്നെയോ ലഘുവും മൃദുവുമാകുന്നു. ആ മുഖം ഒരിക്കലും അത് കാഠിന്യമുള്ളതല്ല. വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടാൽ മാത്രം മതി. എന്തിനാണ്? ഭക്ഷണം കഴിക്കാനുള്ള മന്ന കിട്ടും, കുടിക്കാൻ വെള്ളം കിട്ടും, വസ്ത്രം പഴകില്ല, ചെരുപ്പ് തേയില്ല, സകല വിധത്തിലും ദൈവം സംരക്ഷണം നൽകി കൂടാരത്തിന് കേടുവരാതെ നടത്തിക്കൊണ്ട് പോകും. പിന്നെ അവർക്കെന്താ വേണ്ടേ? അതിൽ മതിയെന്ന് വെച്ചാൽ ശത്രു തോറ്റു. അത് മതിയെന്ന് വെക്കില്ല. അപ്പോൾ മനോവികാരം നിൽക്കുക. എന്നിട്ട് പോരാടാൻ മോഹപ്പെട്ട് പോരാടുക. അത് നമ്മുടെ സ്വന്തം ഹൃദയത്തിന്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ യുദ്ധം എന്ന് പറയുന്നത്. വൻ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു. ഒരു വിശ്വാസിയെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം വൻ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ ജയിച്ചത് വേദനയിൽ എണ്ണാവുന്നൊരു മാസം. കാരണം ഇത് ബാക്കിയുള്ള എല്ലാ യുദ്ധവും ആരോഗ്യത്താലും മനസ്സിൻ്റെ ജയിക്കാം. പക്ഷേ ഇത് മാത്രം അങ്ങനെ സാധിക്കില്ല. ഇതിൻ്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഉടയുടെ മുമ്പിൽ പേടണം. അവൻ അതിന് ശേഷം അവനോട് എതിർത്ത് നിൽക്കാം. അവൻ ഞങ്ങളെ ഓടിക്കും. പ്രധാന സ്വാതന്ത്ര്യം കാരണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ചിന്തിച്ചേണ്ട ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ദൈവമേ ഞങ്ങളെ എത്രത്തോളം നടത്തിയ ദൈവം ഇന്നും വിശ്വസ്തനായി ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾ പല കാര്യങ്ങളും ചിന്തിപ്പാൻ ഇടയായി തീർന്നല്ലോ. ദൈവമേ, ഒരാൾ ജാതിയായി തീർന്നത് എങ്ങനെ? ഒരാൾ വിശ്വാസിയായി വിശുദ്ധനായി തീർന്നത് എങ്ങനെ? അതൊക്കെയും കർത്താവിൻ്റെ മുമ്പാകെ മറവല്ല. ദൈവം അതിലൊക്കെയും കർത്താവേ, നാഥ യേശുവെ, ഞങ്ങൾക്കത് വെളിപ്പെടുത്തി ഞങ്ങളെ ശത്രുവിനെ ജയം ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിന് കീഴടങ്ങി അനുസരിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരണം. ദൈവം ജീവിതത്തിൽ വന്നിട്ടുള്ള, ഇന്നുവരെയും വന്നിട്ടുള്ള സകല പിഴവുകളും നീക്കി കർത്താവെ ഇനി മുതൽ പുതിയൊരു അനുഭവത്തിൽ, പുതിയൊരു ജീവിതത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കേണ്ടതിന് അതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ നാം മഹത്വം കൊടുക്കാനാകട്ടെ. കരങ്ങൾക്ക് താഴ്ത്താൻ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.